കേരളക്കര ഒന്നടങ്കം കാത്തിരുന്ന ഓണം ബമ്പർ 25 കോടി രൂപയുടെ ആ ഭാഗ്യവാൻ ആരായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ കേരളം മുഴുവൻ ഉണ്ടായിരുന്നു. ഒക്ടോബർ 4-നായിരുന്നു അതിൻ്റെ നറുക്കെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. നേരത്തെ സെപ്റ്റംബർ 27-ാം തീയതി എന്നുള്ളത് മാറ്റിയാണ് ഒക്ടോബർ 4 ആക്കിയത്. ഇപ്പോൾ കേരളക്കര ഒന്നാകെ കാത്തിരുന്ന ആ നമ്പർ ഭാഗ്യവാൻ ആരാണ് എന്നറിയുന്നതിന് മുമ്പ് ആ നമ്പർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ നമ്പറിലെ ഭാഗ്യവാൻ ആരാണ് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും തിരുവോണം ബമ്പർ BR 105 നറുക്കെടുത്തു എന്നുള്ളതാണ് നമ്പർ. ഇതാണ് TH 57 78 25 TH 57 78 25 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം. ഉച്ചയ്ക്ക് 1 മണിയോടെ തിരുവനന്തപുരം ഗോർഗി ഭവനിൽ വച്ചായിരുന്നു നറുക്കെടുപ്പ് നടന്നത്. 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനാർഹന് ലഭിക്കുക. രണ്ടാം സമ്മാനമായി 1 കോടി വീതം 20 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർ ലഭിക്കും. 75 ടിക്കറ്റുകളാണ് ഇത്തവണ ബമ്പറിൻ്റെതായി അടിച്ചത്. 75 ലക്ഷം ടിക്കറ്റുകളാണ്. ഇതിൽ നാശനഷ്ടം സംഭവിച്ച 1 ടിക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ ടിക്കറ്റും വിറ്റഴിച്ചിട്ടുണ്ട്. ഓണം ബമ്പർ BR 105 സമ്മാനാർഹമായ ടിക്കറ്റ് നമ്പറുകൾ: ഒന്നാം സമ്മാനം 25 കോടി, TH 57 78 25 ഈ നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഏകദേശം 1 മാസക്കാലമായി നമ്മൾ ഈ ഓണം ബമ്പറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓണം ബമ്പർ അടിച്ചാൽ എത്രയാണ് ഇത്തവണ തിരുവനന്തപുരം ആറ്റിങ് ഭഗവതി ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം എന്നാണ് പറയുന്നത്. നമുക്ക് ടിക്കറ്റ് നമ്പർ TH 57 78 25 TH 57 78 25 എന്ന നമ്പറിനാണ് ഇത്തവണ 25 കോടി അടിച്ചിരിക്കുന്നത്. ആറ്റിങ്ങലിലെ ഭഗവതി ഏജൻസിക്ക് വിറ്റ ടിക്കറ്റിനാണ് അടിച്ചിരിക്കുന്നത്. ഭാഗ്യശാലി ഒരുപക്ഷെ കൊച്ചിയിലുള്ള ആളാകാനാണ് സാധ്യത എന്നുള്ളതാണ്. ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയിൽ ബമ്പർ, വൈറ്റിലയിൽ വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ, വൈറ്റിലയിൽ വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ അടിച്ചത്. അപ്പോൾ വൈറ്റിലയിൽ ഈ നമ്പർ ഒന്നാം സമ്മാനം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആരാണോ അവർക്ക് ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നോക്കുക. കോടിപതി കൊച്ചിയിലുള്ള ആൾ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കൊച്ചിയിലുള്ള കോടിപതിക്കാണ് അടിച്ചിരിക്കുന്നത് ടിക്കറ്റ്. കൊച്ചിയിൽ വിറ്റ വൈറ്റിലയിൽ വിറ്റ ടിക്കറ്റിനാണ് 25 കോടി സമ്മാനം അടിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിക്കാണ് ബമ്പർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് ആ ഭാഗ്യശാലി എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ്. ചിലപ്പോൾ ഭാഗ്യശാലികൾ ഒരുപക്ഷെ പുറത്തു വരാൻ സാധ്യതയില്ല. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ നാളുകളിലൊക്കെ ഭാഗ്യശാലികൾ പുറത്തു വന്നപ്പോൾ അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ടിക്കറ്റിൻ്റെ എത്രയൊക്കെ ഇതറിഞ്ഞാലും ഒരുപക്ഷെ ആരും പുറത്തു വന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 27-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് അപ്രതീക്ഷിതമായ കനത്ത മഴയിലും GST മാറ്റവുമായി ബന്ധപ്പെട്ടും ഏജന്റുമാരുടെ വിൽപ്പനക്കാരുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ഈ മാസം 4-ലേക്ക് മാറ്റിയത്. തിരുവനന്തപുരം ബമ്പർ ഭാഗ്യക്കുറിയുടെ 75 ലക്ഷം ടിക്കറ്റുകളാണ് ഈ വർഷം വിറ്റഴിച്ചത്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. സ്വാഭാവികമായും പാലക്കാടിന് ഈ ബമ്പർ അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രചരണമുണ്ട്. അതുകൊണ്ട് പാലക്കാടുകാർ മിക്കവരും ടിക്കറ്റ് എടുക്കാൻ വലിയ ഉത്സാഹമാണ്. പ്രത്യേകിച്ച് ഓണം ബമ്പർ 14,07,100 എണ്ണം ടിക്കറ്റുകളാണ് പാലക്കാട് വിറ്റത്. രണ്ടാം സ്ഥാനം തൃശ്ശൂരിനാണ് 9,37,400 ടിക്കറ്റുകൾ. തിരുവനന്തപുരത്ത് 8,75,000 ടിക്കറ്റുകളാണ് വിറ്റത്. ഒന്നാം സമ്മാനമായി 25 കോടിയാണ് ലഭിക്കുക. ഇനി പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും ഇന്ന് നടക്കും. പൂജാ ബമ്പർ ഭാഗ്യക്കുറിക്ക് 5 പരമ്പരകളാണുള്ളത്. ഒന്നാം സമ്മാനം 12 കോടി, രണ്ടാം സമ്മാനം 1 കോടി വീതം, മൂന്നാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്ക്. ഇങ്ങനെയാണ്. എന്തായാലും ഈ ഭാഗ്യവാൻ ആരായിരിക്കും, ഭാഗ്യവാൻ പുറത്തു വരുമോ, ആരാണ് ഈ ഭാഗ്യവാൻ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. ആ ഭാഗ്യശാലി എവിടെ ഉണ്ടെങ്കിലും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ: ദൈവത്തെ ഓർത്ത് നിങ്ങൾ പുറത്തു വരരുത്. നിങ്ങളുടെ ടിക്കറ്റ് TH 57 78 25 TH 57 78 25 ഈ ടിക്കറ്റുമായി
ഒന്നുകിൽ ബാങ്കിൽ പോകുക, ബാങ്കിൽ പോയാൽ ഒരു മാസത്തോളം കാലതാമസമുണ്ട് എന്നാണ് പറയുന്നത്. ഈ ലോട്ടറി പിന്നെ ലോട്ടറി വകുപ്പിലേക്ക് പോയാൽ പെട്ടെന്ന് തന്നെ നടപടികളൊക്കെ പൂർത്തിയാക്കി നമുക്ക് പണം പെട്ടെന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. ടാക്സ് ഇതൊക്കെ കുറച്ചിട്ട് 15 കോടിയെ കയ്യിൽ കിട്ടുള്ളൂ. ചാനലുകളുടെ മുന്നിലൊന്നും ദൈവത്തെ ഓർത്ത് വരാൻ നിൽക്കരുത്. ചാനലുകളുടെ മുന്നിലോ മറ്റ് പിന്നെ എന്താ പറയുക ഓൺലൈൻ മീഡിയാസിൻ്റെ മുന്നിലോ ഒന്നും വരാൻ നിൽക്കരുത്. ചാനലുകളൊക്കെ ഓടിപ്പിടിച്ച് അന്വേഷിച്ച് നടപ്പുണ്ട്. അത് നിങ്ങളുടെ നല്ലതിനാണ് എന്ന് ചിന്തിക്കരുത്. ഇത്തരത്തിൽ ആർക്കാണ് എന്നുള്ളത് പ്രചരണം ലഭിച്ചാൽ പിന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വലിയ വലിയ ഭീഷണികൾ ഉണ്ടാകും. ഈ 2023 ബമ്പർ അടിച്ച അനൂപ് പറഞ്ഞതുപോലെ 3 മാസത്തോളമാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത് എന്നുള്ളതാണ്. കൊച്ചിന് അസുഖം വന്നിട്ട് പോലും ആശുപത്രിയിൽ പോകാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു അപേക്ഷയായി നിങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമായി നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയത് നിങ്ങൾക്കത് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ആ ടിക്കറ്റുമായി ബാങ്കിലോ ലോട്ടറിയുടെ വകുപ്പിലോ പോയി ആ പണം കൈപ്പറ്റുക, എന്നിട്ടത് കൃത്യമായി വിനിയോഗിക്കാൻ ശ്രമിക്കുക. കിട്ടിയത് ആരായാലും അയാളൊരു വലിയ ഭാഗ്യശാലി തന്നെയാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 15 കോടി ടാക്സും മറ്റ് ആനുകൂല്യങ്ങളും കഴിഞ്ഞ് കിട്ടുന്ന ഈ 15 കോടി എങ്ങനെ ചെലവഴിക്കണം എന്നൊക്കെയുള്ള ഒരു കൃത്യമായ ഈ പണം എവിടെയൊക്കെ നിക്ഷേപിക്കണം എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. ഈ ടിക്കറ്റ് വിറ്റത് നെട്ടൂരിൽ എന്നാണ് പറയുന്നത്. ഏജന്റ് ലതീഷ് വിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനം അടിച്ചത്. ടിക്കറ്റ് വിറ്റത് നെട്ടൂരിലാണ്. ഏജന്റ് ലതീഷ് എന്ന് പറയുന്ന ആള് വിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനം അടിച്ചത് എന്നാണ് പറയുന്നത്. കൊച്ചിയിലുള്ള കോടിപതി എന്തായാലും കൊച്ചിയിൽ എന്നാണ് പറയപ്പെടുന്നത്. ചാനലുകളൊക്കെ നെട്ടോട്ടത്തിലാണ്, കോടിപതിയെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഈ ചാനലുകൾ എല്ലാം എന്ന് പറയുന്നത്. ലതീഷിനെ തന്നെ ഇപ്പോൾ ടിക്കറ്റ് അടിച്ച ഉടനെ ചാനലുകളൊക്കെ പൊക്കിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തത് ആരാണ് എന്നൊരു പക്ഷെ അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ഭാഗ്യവാൻ രക്ഷപ്പെട്ട് കാണും. കഴിവതും ഈ ടിക്കറ്റ് ഇപ്പോൾ TH57 78 25 എന്ന നമ്പറിനാണ് 1ാം സമ്മാനം അടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിക്കറ്റുമായി പിന്നെ എന്താ പറയുക ടിക്കറ്റ് വിറ്റത് എറണാകുളം നെട്ടൂരിലാണ്. നെട്ടൂരിലുള്ള ആ ഭാഗ്യശാലി നിങ്ങൾ കൊച്ചിയിലെ ഏതെങ്കിലും ഭാഗത്തുണ്ട് എങ്കിൽ നിങ്ങൾ വായു അടച്ച് മിണ്ടാതിരിക്കുക. ആ ടിക്കറ്റും കൊണ്ട് നിങ്ങൾ നേരെ ബാങ്കിലേക്ക് പോകുക. ഒന്നും അറിയാത്തതുപോലെ ബാങ്കിലേക്ക് പോയി പണം കൈപ്പറ്റുക എന്നത് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ ചാനലുകളുടെ ഭാഗത്തേക്ക് പോലും നിങ്ങൾ വരരുത്. അത് നിങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കടം ചോദിച്ച ആളുകൾ വരും, ആ പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണി കത്തുകൾ വരും. അങ്ങനെ വലിയ രീതിയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഓണം ബമ്പർ അടിച്ച കൊച്ചിയിലുള്ള ഒരു ഓട്ടോറിക്ഷ ഓട്ടിക്കുന്ന ഒരു ഏട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി ഞാൻ ബൈറ്റ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പല പിന്നെ എന്താ പറയുക സാമുദായിക സംഘടനകളിൽ നിന്ന് വരെ പിന്നെ ഭീഷണിക്കത്ത് വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. വീട് വെച്ച് കൊടുക്കണം, സ്ഥലം വാങ്ങി കൊടുക്കണം, കടം തീർത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമാധാനമില്ലാതെ അദ്ദേഹത്തെ ഇരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പോയി ഇത്തരം ചാനലുകളിൽ പോയി വൈറ്റ് കൊടുത്താൽ വൈറൽ ഒന്നുമില്ല. ആ പണം നിങ്ങൾക്കാണ് സ്വന്തം. ആ 15 കോടിക്ക് പിന്നെയും ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് ബാങ്കിൽ ഇട്ടാലും. അതുകൊണ്ട് അതെങ്ങനെ ചിലവാക്കണം മുൻപ് ബമ്പർ അടിച്ചവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് കൃത്യമായി വിനിയോഗിക്കുക. അതുകൊണ്ട് അത് വിനിയോഗിക്കുക. എന്തായാലും ഭാഗ്യശാലികളെ പുറത്തേക്ക് വരേ ചെയ്യരുത്. ഭാഗ്യശാലി 25 കോടി രൂപ അടിച്ച ഭാഗ്യശാലിയോടാണ് പറയുന്നത്, കൊച്ചിയിലുള്ള ഭാഗ്യശാലിയോടാണ് പറയുന്നത്. ദൈവത്തെ ഓർത്ത മാധ്യമങ്ങളുടെ മുന്നിൽ വരാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. മാധ്യമങ്ങൾക്ക് മുന്നിലേ വരരുത്. ആ പണം കൊണ്ട് നിങ്ങൾ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ അത്തരം ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. മാധ്യമങ്ങൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. എന്തെങ്കിലും സൂചന കിട്ടിയാൽ അവരെത്തും. അതുകൊണ്ട് ഒരു സൂചനയും കൊടുക്കാതെ നിങ്ങൾ സുരക്ഷിതരായി ഇരിക്കുക. പൈസ കൃത്യമായി ഉപയോഗിക്കുക.